We found our place on the branch of an old gum tree. Our feet would sway to a voice in the breeze. And birds would sing on the banks of a narrow stream. These memories will stay with me. We made our way to a hill beside the sea. With salt in the air and sand on our feet. We felt the sun as it burned upon our skin. These memories will stay with me. Now I'm far away. These memories still remain. Now I'm far away. You stay with me the same. Feels like the first time, every moment I'm with you. You still catch my eye with every little thing you do.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ അമ്പരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യകാമറിയിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാവിന്റെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. നന്മ അറിഞ്ഞവരെയുമേ സുസ്ഥിയ കർത്താവ്, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുഭാഗത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. എൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Gives you her heart, don't you break it. Let your arms be a place she feels safe in. She's the best thing that you'll ever have. She always has trouble falling asleep, and she likes to cuddle while under the sheets. She loves pop songs and dancing and bad trash TV. There's still a few other things. She loves love notes and babies and likes giving gifts. Has a hard time accepting a good compliment. And she loves her whole family and all of her friends. So if you're the one she lets in, take it. If she gives you her heart, don't you break it. Let your arms be a place she feels safe in. She's the best thing that you'll ever have. She'll love you if you love her on days when it feels like the whole world might cave in. Stand side by side and you'll make it. She's the best thing that you'll ever have.
love her like that. Kiss her with passion as much as you can. Run your hands through her hair whenever she's sad. And when she doesn't notice how pretty she is, tell her over and over so she never forgets. Take it, if she gives you her heart, don't you break it. Let your arms be a place she feels safe in. She's the best thing that you'll ever have. She'll love you if you love her on days when it feels like the whole world might cave in. Stand side by side and you'll make it. She's the best thing that you'll ever have. She'll love you if you love her like that. She'll love you if you love her like that. She'll love you if you love her. She'll love you if you love her like that. Oh, she'll love you, she'll love you, she'll love you. She'll love you if you love her on days when it feels like the whole world might cave in. Stand side by side and you'll make it. She's the best thing that you'll ever have. She'll love you if you love her like that. When the visions around you bring tears to your eyes, and all that surrounds you are secrets and lies, I'll be your strength, I'll give you hope, keeping your faith when it's gone. The one you should call, standing here all alone. And I will take you in my arms and hold you right where you belong.
പ്രിയപ്പെട്ട മാത്യുവും മീനുവും വിവാഹത്തിന് മുന്നോടിയായി ഇന്ന് നമ്മയെല്ലാം സാക്ഷി നിർത്തി ദൈവനാമത്തിൻ്റെ ഒരു സമ്മതം അറിയിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിലവിൽ സ്വീകരിച്ച് വിവാഹത്താൽക്കായി ജീവിക്കാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാനും ഈ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ ജീവിതത്തിനകങ്ങളെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അപങ്കിതമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹൃദയത്തോടെ ഞാൻ നീ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ വിട്ടിരുന്നതിന് ഞാൻ ആനന്ദിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, വിവാഹമെന്ന ഉദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ നമ്മുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന് മാതാവിനെ മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവമേ, അങ്ങ് സത്യമായ നമ്മുടെ ശരീരങ്ങളെ ഏർപ്പെടുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ദൈവികവുമായ കൽപ്പനകളുടെ മത്സരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, നാം കേൾക്കാം. 11-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്.
എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വ സമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നുമില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ ഈശോയെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കൈതക്കോട്ടിൽ സഞ്ജയുടെയും ലിസിയുടെയും മകൻ മാത്യു ഈ ഇടവകളത്തിൽ ടോമിയുടെയും കവിയുടെയും മകൾ മീനുവിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാനായിട്ടാണ് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ സമ്മതത്തിന് മുമ്പ് ഞാൻ നമസ്കാരം കേൾക്കാറുണ്ട്. ഈ നമസ്കാരം കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നല്ല മൈൻഡായിട്ടുള്ള നല്ല മാതാപിതാക്കളുള്ളത് കൊണ്ടാണ് പ്രസംഗം കഴിഞ്ഞിട്ട് നമസ്കാരം കേട്ടാലും മതിയെന്ന് തീരുമാനിച്ചിരിക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മാത്യുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മീനുവിനെ കുറിച്ചും കൂടുതൽ അറിയത്തില്ല. അതുകൊണ്ട് രണ്ടുപേരെ കുറിച്ചും ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്കറിയാൻ പാടുന്ന കാര്യങ്ങൾ. അതായാലും ഇവിടെ മീനുവിൻ്റെ മാതാപിതാക്കൾ വളരെ ശാന്തരായിട്ടുള്ള മാതാപിതാക്കളാണ്. വളരെ സ്വഭാവമാണെങ്കിൽ മാത്യു കേട്ടിട്ടുണ്ട്. നല്ല കുട്ടിയാണ്. രണ്ട് പെൺകുട്ടികളല്ലേ. സാധാരണ നമസ്കാരം കേൾക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, പെൺകുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചു വിട്ടാൽ അവർക്ക് പിണങ്ങിപ്പോരാനുള്ള വാസന കൂടുതലായി. കാരണം എന്തെങ്കിലും ഇടപാടുകൊണ്ട് പോയി എൻ്റെ അപ്പനും അമ്മയും വേണ്ടി വീടും കിടക്കുമ്പോഴൊക്കെ പറയും. ആ മക്കളുടെ സ്ഥലത്താണെങ്കിൽ നാട്ടും വരെയും 2 ദിവസം കഴിഞ്ഞ് നീന്തി പോകാത്ത നീന്തി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ നിൽക്കാനുള്ള പ്രവണത കുറവായി എന്ന് വെച്ച് നീ അങ്ങനെയൊന്നും ആയിരിക്കുമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് സ്നേഹത്തിൻ്റെ ഉദാശയാണ്. ഓരോ ഉദാശയ്ക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സിമ്പിളുണ്ട്. നമസ്കാരം കേട്ട് ഞാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് എളുപ്പമായി. ഏതായാലും നിങ്ങൾ ഈ പ്രൈമറി സിമ്പിൾ ഓഫ് കൺഫെഷൻ അല്ലെങ്കിൽ പ്രൈമറി സിമ്പിൾ ഓഫ് മാരേജ് അല്ലെങ്കിൽ പ്രൈമറി സിമ്പിൾ ഓഫ് ബാപ്റ്റിസം, ഇതൊക്കെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സിമ്പിളുണ്ട് ഓരോ ഉദാശി. ഈ ഉദാശിക്കും അതുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും അല്ലേ. പ്രൈമറി സിമ്പിൾ ഓഫ് കൺഫെഷൻ എന്താണ് പറയുന്നത്? സംസാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്?
കാറ്റഗറി പഠിച്ചിട്ടുണ്ടെന്ന് പോയിട്ടുണ്ടാവും. പ്രൈമറി സിമ്പിൾ ഓഫ് കൺഫെഷൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു ഏറ്റുപറച്ചിലാണ്, സെക്കൻഡറിയാണ്. പ്രൈമറി സിമ്പിൾ റിക്കൺസിലേഷനാണ്. കുസാരം കംപ്ലീറ്റ് ആകുന്നത് റിക്കൺസൈൽ ചെയ്യുമ്പോൾ നമ്മൾ ആരോടെങ്കിലും വിട്ടുപുറം ദേഷ്യത്തിലേക്ക് പോയി റിക്കൺസൈൽ ചെയ്യും. വിവാഹത്തിന് പ്രൈമറി സെക്കൻഡറി സിമ്പിൾ ഉണ്ട്. താലിയാണോ മന്ത്രകോടിയാണോ മോതിരാണോ ഏതാണ് പ്രൈമറി? പലരും താലിയാണ്, താലിയൊന്നുമല്ല. ലോകത്ത് എവിടെ ചെന്നാലും തുനിക്കാൻ സമയത്ത് പ്രൈമറി സിമ്പിൾ ഒന്നാണ്, സെക്കൻഡറി സിമ്പിൾ മാറും. ഇവിടെ താലിയുണ്ട്, നമ്മൾ യൂറോപ്പിൽ ചെന്ന താലിയൊന്നുമില്ല. ആഫ്രിക്കയിൽ ചെന്നാൽ അവിടെ വേറെ എന്തെങ്കിലും. ഇപ്പോൾ സെക്കൻഡറി സിമ്പിളാണ് ഈ താലിയും മന്ത്രകോടിയും മോതിരം. പ്രൈമറി സിമ്പിൾ വിവാഹത്തിൻ്റെ ലവാണ്, സ്നേഹമാണ്. സ്നേഹിക്കാതെയുള്ള കല്യാണം കഴിക്കരുത്. അച്ഛനാകാൻ പോയാൽ രക്ഷപ്പെടുന്നത്. പക്ഷേ സ്നേഹം പങ്കുവയ്ക്കുന്ന ഉദാശയാണ് ഈ വിവാഹം. അപ്പം നിങ്ങൾ സ്നേഹത്തിൻ്റെ ഉദാശയിലൂടെയാണ് നയിത്തീരാനായിട്ട് പോകുന്നത്. സ്നേഹത്തിന് സാധാരണ ശാരീരിക ഭംഗിക്കോ സമ്പത്തിനെയോ അടിസ്ഥാനമാക്കിയായിരിക്കും. മനുഷ്യൻ ആത്മാവാണ്, ശരീരമാണ്. നല്ല നിർമ്മലമായ ആത്മാവ് ഉള്ള വ്യക്തി നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഭാഗ്യമായിട്ട് മയക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ രജിസ്റ്റർ മാരേജിനാണെങ്കിൽ ഓർക്കുന്നത് മതി. പക്ഷേ ചർച്ച് മാരേജിനാണെങ്കിൽ അതൊരു സ്പിരിച്വൽ മാരേജാണ്, അവിടെ ഒരു സാക്രമെൻ്റാണ്. അത് ബ്ലസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഗ്രേസ് സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ നല്ലതുപോലെ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഉദാശ സ്വീകരിക്കാം. ബാക്കി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. ഇവന്റ് മാനേജ്മെൻറ്റും ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അതേക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾ കൂട്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി വിവാഹം ഉദാശ സ്വീകരിക്കുമ്പോഴാണ് തമ്പുരാന്റെ ഗ്രേസ് വരിക. ഈ ഗ്രേസ് ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. നമ്മുടെ കഴിവിനൊക്കെ അപ്പുറത്തായിരുന്നു. നമ്മുടെ ജീവിതം അത്ര എളുപ്പമൊന്നും അല്ല ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും എളുപ്പമായിരുന്നു. എനിക്ക് വേണ്ടി പൊടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അത് തമ്പുരാന്റെ നാമത്തിലാണ്, തമ്പുരാനാണ് ഞങ്ങൾ യോജിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും ബോധ്യവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളായാലും മക്കളായാലും നിങ്ങൾ രണ്ടുപേരും ഒന്നായിത്തീരുന്നു. നിങ്ങൾ മാത്രമേ നിങ്ങളുടെ കുടുംബങ്ങളൊന്നായിത്തീരുന്നു. പേരൻസ് വേണം, ജീവിത പങ്കാളി വേണം. പേരൻസിന് വേണ്ടി ജീവിത പങ്കാളിയെ സാക്രിഫൈസ് ചെയ്യരുത്. ജീവിത പങ്കാളിക്ക് വേണ്ടി പേരൻസിനെ സാക്രിഫൈസ് ചെയ്യരുത്. ഇവരെല്ലാവരും വേണം ഒന്നിച്ച് യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പം പേരൻസ് അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിമൻ വെൽഫെയറിൻ്റെ മീറ്റിങ്ങിൽ പ്രസിഡന്റ് പറഞ്ഞ കാര്യം, വീട്ടിൽ മകനും മകളുമുണ്ട്. അപ്പോൾ ഈ ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ മകനെങ്ങനെയാണ്? അവ പറഞ്ഞു, ഓ അവന് കിട്ടിയ പെണ്ണ് ആകെ പോക്കാം, അവളൊന്നും ചെയ്യില്ല, അവനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അവൻ വീട് വൃത്തിയാക്കാനും കാര്യത്തിലും അലക്കാനും പിടിക്കാനും കാപ്പിയിടാനും ഒക്കെ അവൻ സഹായം. അവളാണെങ്കിൽ പലപ്പോഴും വെറുതെ ഇരിക്കും. അവൾ ചോദിച്ചു, നിങ്ങളുടെ മരുമോനെങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഓ എൻ്റെ മോൾക്ക് കിട്ടിയ പുണ്യമാണ് അവൻ. അപ്പം എന്തെന്ന് ചോദിച്ചപ്പോൾ അവനെല്ലാ പണിയും ചെയ്തു കൊടുക്കും, അവൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ സ്വന്തം മകൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓ മരുമോള് ചിന്തയാണ്, അവനാണെങ്കിൽ ഒരു പെൺകോന്ന്. അവിടെ മരുമോനെ ഇതൊക്കെ ചെയ്താൽ എൻ്റെ മോള് പുണ്യപ്പെട്ടവൾ, അവൾക്ക് തങ്കപ്പെട്ട ഭർത്താവിനെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോനായാലും മോളായാലും രണ്ടുപേരും, ഒരാൾ അടിമയും ഒരാൾ നേതാവുമല്ല, രണ്ടുപേരും യോജിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയി. ഇന്നപ്പോൾ ഒക്കെ എങ്ങനെയാണ് രണ്ടുപേരും ഈക്വലായിട്ട് കാര്യങ്ങൾ. നീ എൻ്റെ ജീവൻ്റെ ജീവനാണ്, ദൈവം നൽകിയ സമ്മാനമാണ് ജീവിത പങ്കാളി. അതുകൊണ്ട് ഒരാൾ ഉയർന്നു നിൽക്കുന്ന ഒരാൾ താഴ്ന്നു നിൽക്കുന്നില്ല. നമ്മൾ എൻ്റെ കുറവ് നിൻ്റെ കഴിവ് ഇല്ല. നമ്മുടെ രണ്ടുപേരുടെയും കഴിവ്, നമ്മുടെ രണ്ടുപേരുടെയും പോരായ്മ. പേരൻസിന് സ്വന്തമായിട്ട് ഇനി മദറിലോ ഫാദറിലോ ഒന്നുമില്ല. അവരെയും സ്വന്തമായിട്ട് കാണുക. അവരുടെ സ്വപ്നമാണ് നിങ്ങൾ. അവർ ജീവിച്ചത് ഇനി ജീവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി അവർ സ്വപ്നം കാണുന്നത് വേറെക്കാണെങ്കിലാണ്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുക്കാതെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൽ ആശ്രയിക്കുക. ഫ്രീ ടു ബി യുണൈറ്റഡ് ഇൻ മാരേജ് എന്ന് പറയുക. നിങ്ങളും നിങ്ങളുടെ കൂടെ തമ്പുരാനുണ്ട് എന്നുള്ള ചിന്തയുണ്ടാകും. ആ ചിന്തയുണ്ടെങ്കിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ തമ്പുരാനും മറക്കാതിരിക്കുക. പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ ഈ ശരീരത്തിൽ ഒരാത്മാവാണ്. ശരീരത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ആത്മാവും ഉണ്ട്. ഈ ആത്മാവിനും ചില ന്യൂട്രീഷനൊക്കെ ആവശ്യമാണ്. അതെന്നാണ് നമ്മുടെ ഈ സ്പിരിച്വൽ ലൈഫ്, ഔദാശിക ജീവിതം, കുറച്ച് ദാനധർമ്മങ്ങൾ, അതുപോലെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, ബൈബിളൊക്കെ വായിക്കുക. അതൊക്കെയാണ് നമ്മുടെ ആത്മാവിനുള്ള പോഷണം. അത് മറക്കാതിരിക്കുക. അപ്പോൾ നല്ല ആത്മാവുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്നത് നല്ല ഗ്രേസുള്ള കുട്ടി. പട്ടിണിയും കഷ്ടപ്പാടുകളുണ്ട്, പക്ഷെ ആ മുഖത്ത് നല്ല ഗ്രേസുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രേസ് ഉള്ളവരായിരിക്കണമെങ്കിൽ അത് തമ്പുരാൻ്റെ ഗിഫ്റ്റാണ്. തമ്പുരാൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച ആ ഗ്രേസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ തമ്പുരാൻ്റെ ഗ്രേസ് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും
ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവരും അങ്ങോട്ട് പ്രാർത്ഥനകൾ നേരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നല്ല തലമുറമാരായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കുക. രണ്ട് സാക്ഷികളും എഴുന്നേൽക്ക് അടുത്തേക്ക്. മാത്യു, മീനു. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സ്ത്രീയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. മാത്യു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ മീനുവിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മീനു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ മാത്യുവിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്തേജത്തോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കുന്ന ഇവർക്ക് വേണ്ടി കർത്താവിന്റെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂതാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധരുള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാ നിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിസ്ഥാനവും സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ നൽകുന്ന ഇവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ ഭാവനം സമൃദ്ധമായി തിരിച്ചറിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കനായിലെ കല്യാണത്തിന് കുറിച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധമനുഗ്രഹിച്ച സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനയിൽ നിരന്തരമായി വിവാഹത്തിൽ ഒരുങ്ങുവാൻ കാരണവാനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി വിവാഹം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് അവിടെ കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധാത്മാവിന് വരെയുള്ള അവിടെ നിങ്ങളെ സമരമാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടെ പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഏതൊരു കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
for 1,000 more. All along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 I was born to fly and spread these wings and find my own. I am coming home. Today will be the day, it all will change. Nothing, no one's in my way. Today will be the day. Today will be the day. I was made to dream that anything can be my own. I have found my home. Today will be the day, it all will change. Nothing, no one's in my
works for the grand celebration, and it's my distinct pleasure to introduce to you for the first time Meenu and Andy as an engaged couple. So ladies and gentlemen, please give a very round of applause and let's welcome Meenu and Matthew on the stage. സോ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇവരുടെ പേരിലും ഇവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലും ഞാൻ വെൽക്കം ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ഫോർമൽ ചടങ്ങുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആദ്യമേ തന്നെ ഞാൻ ഇവർ രണ്ടുപേരെയും ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ബ്രൈഡ് ടു ബി മീനു ടോമി. ഷി ബിലോങ്സ് ടു കൽക്കൽ ഫാമിലി, കുൽസിറ. ആസ് എ ഡോട്ടർ ഓഫ് ടോമി കിറ്റി ആൻഡ് അബി ടോമി. She is currently working as accounting analyst at Williams Info Park. Then moving on to the group to be Matthew Sunny. He belongs to Manipur Haidakotil family, residing at Tripura, son of late Mr. Sunny Joseph and Lizzie Sunny. And currently he is working as a network administrator at their own company, Play Arts Digital Media. So, ഇതാണ് ഇവരെ പറ്റിയുള്ള ചെറിയ introduction. ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലിരിക്കുകയാണ്. സോ നമുക്ക് ഒരു ഫാമിലി മെമ്പേഴ്സിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാഹം എന്നത് രണ്ട് വ്യത്യസ്ത മാത്രമല്ലാത്ത വ്യത്യസ്ത കുടുംബങ്ങൾ തമ്മിലുള്ള ചെയ്ത ഒരു വലിയൊരു കൂതാശയാണ് വിവാഹം എന്നത്. സോ ഇവരെ പോലെ തന്നെ ഒരു ഫാമിലി മെമ്പേഴ്സ് വളരെയധികം ഹാപ്പി ആയിരിക്കും. വളരെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കും അവരായിരിക്കും. മീനിൻ്റെയും മാത്യുവിൻ്റെയും പാരൻസിനെ പ്രത്യേകം നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കണം. ആദ്യമേ തന്നെ നിങ്ങളുടെ ഫാമിലി, മീനുടെ ഫാദർ ടോമി കെറ്റി ആൻഡ് മദർ അബി ടോമി. നല്ലൊരു കയ്യിലേക്ക് രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. And welcoming both of you on the stage with their children Elvina and Tessa. കയ്യിലേക്ക് നല്ലൊരു കയ്യിലേക്ക്. Meryl, she is currently working as a software developer at Santa Monica Accelerator, and Lord John is doing his own business at Challenge. സോ ഇതാണ് നമ്മുടെ മീനുവിൻ്റെ ഫാമിലി. ഇനി നമുക്ക് മാത്യുവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കണം. ഒരു ചെറിയ ഫാമിലി ബിഗ് ഫാമിലി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. സോ നമുക്ക് മാത്യുവിൻ്റെ സൈഡ് വിളിക്കുന്നുണ്ട്. സോ മാത്യുവിൻ്റെ മദർ മിസ്സസ് ലിസി സണ്ണി, ഐ വെൽക്കമിങ് യു ഓൺ ദി സ്റ്റേജ്. ഈ നിമിഷം നമുക്ക് നമ്മുടെ മാത്യുവിൻ്റെ ഫാദറിനെ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നു. നമ്മൾ മെൻഷൻ അറൗണ്ട് 3 months എന്തോ ആയിട്ടുള്ളൂ. സോ അവരുടെ എല്ലാവരുടെ സാന്നിധ്യവും ബ്ലെസ്സിങ്സും മാത്യുവിൻ്റെയും എന്തായാലും ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസത്തോട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കാം. മാത്യുവിൻ്റെ എൽഡർ സിസ്റ്റർ നീതു സണ്ണി, മാരീഡ് ടു മിസ്റ്റർ ലിജോയ് ജോണി. ആൻഡ് വെൽക്കമിങ് ബോത്ത് ഓഫ് യു ഓൺ ദി സ്റ്റേജ് വിത്ത് their 2 children, Anna Rose and Antonio. Neetu Sunny is a homemaker and Lijoy is currently working as a director at their company, Play Arts Digital Media. And Anna Rose is in 6th grade and Antonio is in 3rd grade. ഇനി മാത്യുവിന്റെ മകനുടെ ബ്രദർ, younger brother, Joseph Sunny. I'm welcoming you on the stage. ആരും കയ്യടിക്കുന്നില്ല. He is currently working at Info Park. So ഇതാണ് ഇവരുടെ ബിഗ് ഫാമിലി. എല്ലാവരും ഭയങ്കര അധികം സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയം. ടോമിയൊക്കെ ചെറിയ പ്രശ്നവും മാത്യുവിൻ്റെ ഫാമിലിക്ക് വലിയൊരു സന്തോഷമായിരിക്കും, എല്ലാവർക്കും അറിയാം. സോ ഫാമിലി പിക്ചർ ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഫോർമൽ ചടങ്ങുകളുള്ളത് ലൈറ്റിംഗ് ദി ക്യാൻഡിൽ. I am welcoming Meenu and Matthew to step forward and light the candle. ഫാമിലി മെമ്പേഴ്സും അവരുടെ കൂടെ ജോയിൻ ചെയ്യാം. ഇവർ രണ്ടുപേരും ലൈഫ് ലോങ് ഭയങ്കര യൂണിറ്റിയോടുകൂടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് പരസ്പരം ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ക്യാൻഡിൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന സെറമണി നമ്മൾ വെച്ചിരിക്കുന്നത്. Thank you.
So much.
days since it went to hell, and I watched you walk out, counting up the ways I've tried to save myself, and I kept my head down. I think it's time to give my heart a chance, see if it's healed by now. I think it's time, I think it's time. I'm hanging out with someone else, I think they like me too. But when it lasts, it's hard to tell, where everything feels so new. Against their hips I find some help, but I know it's not the truth. No matter what I tell myself, she's not as good, she's not as good, she's not as good as you now. There's not a day where the thought of you doesn't wake up with me. Gotta be away, I can live without you and not feel empty. I think it's time to give my heart a chance, even though it's bleeding. I think it's time, I think it's time. I'm hanging out with someone else, I think they like me too. When it lasts, it's hard to tell, when everything feels so new. Against her hips I find some help, I know it's not the truth. No matter what I tell myself, she's not as good, she's not as good, she's not as good as you. I'm flying all night, feelings that I can't forget. I wish you were sleeping next to me instead. I love the way your skin could feel against my chest. I pray you're not the best that I will ever get. I'm hanging out with someone else, I think they like
must like me for me. We can't make any promises now, can we, babe? But you can make me dream. Dive bar on the east side, where you at? Phone lights at my nightstand in the black. Come here, you can meet me in the back. Dark jeans and your Nikes, look at you. Oh damn, never seen that color blue. Just think of the fun things we could do. Cause I like it. This ain't for the best. My reputation's never been worse, so you must like me for me. Yeah, I want you. We can't make any promises now, can we, babe? But you can make me dream. Is it cool that I said all that? Is it chill that you're in my head? Cause I know that it's delicate. Is it cool that I said all that? Is it too soon to do this yet? Cause I know that it's delicate. Isn't it, isn't it, isn't it? Isn't it? Isn't it, isn't it, isn't it? Isn't it delicate? Third floor on the west side, me and you. Handsome near a mansion with a view. Do the girls back home touch you like I do? Long night, with your hands up in my hair. Echoes of your footsteps on the stairs. Stay here, honey, I don't wanna share. Cause I like it. This ain't for the best. My reputation's never been worse, so you must like me for me. Yeah, I want you. We can't make any promises now, can we, babe? But you can make me dream. Is it cool that I said all that? Is it chill that you're in my head? Cause I know that it's delicate. Is it cool that I said all that? Is it too soon to do this yet? Cause I know that it's delicate. Isn't it, isn't it, isn't it? Isn't it? Isn't it, isn't it, isn't it? Isn't it delicate? Sometimes I wonder when you sleep, are you ever dreaming of me? Sometimes when I look into your eyes, I pretend you're mine all the damn time. Cause I like. Is it cool that I said all that? Is it chill that you're in my head? Cause I know that it's delicate. Yeah, I want. Is it cool that I said all that? Is it too soon to do this yet? Cause I know that it's delicate. Cause I like. Is it cool that I said all that? Is it chill that you're in my head? Cause I know that it's delicate. Isn't it? Yeah, I want. Is it cool that I said all that? Is it too soon to do this yet? Cause I know that it's delicate. Isn't it delicate?